രാമവർമ്മ ക്ലബ്ബ് എന്ന് കേൾക്കുമ്പോൾ സാറിൻ്റെ മനസ്സിലൂടെ പല സംഭവ വികാസങ്ങളും കടന്നു പോകുന്നുണ്ടാവും അല്ലേ? അങ്ങനെ ആ രാമവർമ്മ ക്ലബ്ബിന് നിയമപരിരക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമില്ലേ? അതൊന്ന് പറയോ? രാമവർമ്മ ക്ലബ്ബ് കേരളത്തിൽ പല ടൗണുകളിലും ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സ് ടൗണുകളിലുള്ള ഒരു ക്ലബ്ബാണ്. എറണാകുളത്തുള്ള രാമവർമ്മ ക്ലബ്ബ് ആണ് ഞാൻ എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന സമയത്ത് ഇവിടെ റെയ്ഡ് നടത്തപ്പെട്ടു. ആ റെയ്ഡിന് നേതൃത്വം നൽകിയത് അന്ന് ശങ്കരൻകുട്ടി എന്ന് പറയുന്ന അഡീഷണൽ കമ്മീഷണറോ മറ്റോ ആയിരുന്നെന്ന് തോന്നുന്നു. വളരെ സാത്വികനായ ജെന്റിൽമാനായിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിലായിരുന്നു എറണാകുളം ഈ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു വയനാട് എന്നുള്ള കുഞ്ഞൻ എന്ന് പറയുന്ന അന്ന് SIO മറ്റായിരുന്നു തോന്നുന്നു. കുഞ്ഞനൊക്കെ ആ ടീമിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ രാമവർമ്മ ക്ലബ്ബ് സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ കയറി എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കില്ല ആ കാലത്ത്. അതേസമയം ഏതെങ്കിലും ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ ഏതെങ്കിലും ഒരാൾ ഇരുന്നിട്ട് ചീട്ട് കളിച്ചു കഴിഞ്ഞാൽ അവരെ ഓടിച്ചിട്ട് പിടിക്കാനൊക്കെ പോലീസ് ഉത്സാഹം കാണിക്കും. അതുപോലെ എവിടെയെങ്കിലും സാധാരണ സ്ഥലത്തിരുന്ന് മദ്യം കഴിച്ചു കഴിഞ്ഞാലും മദ്യം അങ്ങനെ കഴിക്കാൻ പാടില്ല. അതിന് നിശ്ചയിച്ച സ്ഥലങ്ങളിൽ മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ സ്വകാര്യമായിട്ടിരുന്ന് അതിന് ക്വാണ്ടിറ്റിയൊക്കെ നിഷ്കർഷിച്ചിട്ടുണ്ട്, അതിനപ്പുറം പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ അത് എക്സൈസ് ആക്ടിൻ്റെ വയലേഷനാണ്. ചീട്ട് കളിക്കുന്നത് പൈസ വെച്ചിട്ടാണെങ്കിൽ അത് ഗെയിമിംഗ് ആക്ട് എന്ന് പറയുന്നൊരു നിയമത്തിൻ്റെ ഒരു വയലേഷനാണ്. അപ്പോൾ ഈ രാമവർമ്മ ക്ലബ്ബിൽ ഞാൻ സാധാരണഗതിയിൽ അത് ക്ലബ്ബാണല്ലോ, ക്ലബ്ബ് അവിടെ മനുഷ്യർ അതിൻ്റെ മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ട് അവരുടെ ഉല്ലാസത്തിനും അവർക്ക് എന്തെങ്കിലും വല്ല ബർത്ത്ഡേ പാർട്ടിയോ അല്ലെ അങ്ങനത്തെ പാർട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ ഉപയോഗിക്കുന്ന ഒരു സ്ഥലം. പിന്നെ ടെന്നീസ് കളിക്കാൻ കുറേയധികം ആൾക്കാർ ടെന്നീസ് കളിക്കാനൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. എനിക്കറിയാം അതിനെപ്പറ്റി. പക്ഷേ എനിക്കൊരു പരാതി കിട്ടി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ DYSP റാങ്കാണ്. അദ്ദേഹം അവിടെ പോയി പൈസ വെച്ച് ചീട്ട് കളിക്കുന്നുണ്ടെന്നുള്ളൊരു വിവരം കിട്ടി. അതും പൈസയുടെ ഒരു ക്വാണ്ടിറ്റി അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളത്തെക്കാളൊക്കെ കുറേയധികം മേലെയുള്ള പൈസ. അങ്ങനെ ഒരു മാസം കിട്ടുന്ന ശമ്പളത്തിനേക്കാളും വലിയ എമൗണ്ടിലൊക്കെ ചീട്ട് കളിക്കാനെങ്കിൽ ആ മനുഷ്യന് വേറെ എവിടുന്നെങ്കിലുമൊക്കെ പണം കിട്ടണമല്ലോ. അപ്പോൾ അത് അഴിമതി പണമായിരിക്കാനും വഴിയുണ്ട്. അപ്പോൾ ഈ അഴിമതി അവസാനിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ കുറേയധികം പണമുണ്ടാക്കി അത് ചീട്ട് കളിച്ച് രാമവർമ്മ ക്ലബ്ബിൽ പോയിരുന്ന് ചീട്ട് കളിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് നാണക്കേടാണ്. കാരണം ഇദ്ദേഹം ഇവിടെ കമ്മീഷനായിട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നാട്ടുകാരുടെ നിന്ന് പൈസ പിരിക്കുന്നുണ്ട്. അദ്ദേഹം ട്രാഫിക്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിരുന്നു. ട്രാഫിക് എന്ന് പറഞ്ഞാൽ അറിയാം, പ്രൈവറ്റ് ബസ്സുകാരുടെ അടുത്തുനിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ പണം പിരിക്കുന്നൊക്കെയുള്ള പരാതികൾ വന്നുണ്ട്. അപ്പോൾ അത് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെയാണ്. അപ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് രണ്ട് വിധത്തിൽ നമുക്ക് നിയന്ത്രിക്കാം. ഒന്ന്, കൊടുക്കുന്നവർ കൊടുപ്പിക്കാതിരിക്കാം. രണ്ട്, ഇയാൾ കൊണ്ട് ചെലവാക്കുന്ന അവിടെ ഇൻ്റർവ്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ മാർഗം. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ച് വാൺ ചെയ്തു. ഇതെങ്ങനെ ഒരു പരാതിയുണ്ട്, നിങ്ങൾ ഇവിടെ പോയി ചീട്ട് കളിക്കുന്നു, അത് നിങ്ങൾ ഈ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അതേ ജൂറിസ്ഡിക്ഷനിലുള്ള ഒരു ക്ലബ്ബിൽ പോയി പൈസ വെച്ച് ചീട്ട് കളിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നാണക്കേടാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇമ്പാർഷ്യലായിട്ട് ഇവിടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇനി അത് നിർത്തിയില്ലെങ്കിൽ ഞാൻ നടപടി എടുക്കുമെന്ന് പറഞ്ഞ് വാൺ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ പക്ഷേ നിർത്തിയില്ലെന്ന് അറിയണ്ടേ. അപ്പോൾ എൻ്റെ ഒരു സ്ക്വാഡെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റലിജൻസ് കളക്ട് ചെയ്യുന്ന ടീമിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നിരീക്ഷിക്കണമെന്ന് പറഞ്ഞു. അവർ നിരീക്ഷിച്ച് പറഞ്ഞു ഇല്ല, ഇപ്പോഴും ഉണ്ട് ചീട്ട് കളി. അപ്പം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നത്, അപ്പോൾ അതിൻ്റെ കൃത്യമായ വിവരം കളക്ട് ചെയ്ത ശേഷം ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ പോയി പരിശോധിക്കാൻ പറഞ്ഞു ഇങ്ങനെ നടക്കുന്നുണ്ടോ. അപ്പോൾ അവിടെ പരിശോധിക്കാൻ പോയതിൻ്റെ കാരണം ഈ അഴിമതി നടത്തി നമ്മളുടെ തന്നെ ഉദ്യോഗസ്ഥൻ പൈസ ഉണ്ടാക്കി അവിടെ പോയി ചീട്ട് കളിക്കുന്നുണ്ട് എങ്കിൽ അത് നിർത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അല്ലാതെ ബാക്കി അവിടെ ആരെങ്കിലും അതെൻ്റെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്ന കാര്യമായിരുന്നില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരാളെ മാത്രം പിടിക്കാൻ പറ്റില്ലല്ലോ. അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഗെയിമിംഗ് ആക്ടിൻ്റെ വയലേഷൻ, അതുപോലെ മദ്യം ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിലധികം അവിടെ സൂക്ഷിക്കാൻ പറ്റത്തില്ല എക്സൈസ് ആക്ട് അനുസരിച്ച്.
അപ്പോൾ അതിൻ്റെ വയലേഷനും കണ്ടു. അപ്പോൾ അവരെയൊക്കെ പിടിക്കുകയും മദ്യം കഴിച്ചവരെ ഡ്രങ്കണ്ണസ് ടെസ്റ്റിന് വേണ്ടി ആശുപത്രിയിലേക്ക് അയച്ച് ഡ്രങ്കണ്ണസ് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ കേസ് മുന്നോട്ട് പോയി എന്നുള്ളതാണ് രാമവർമ്മ ക്ലബ്ബിലെ കാര്യം. അപ്പോൾ അതിലുണ്ടായിരുന്നൊരു സന്ദേശം എന്ന് പറയുന്നത്, സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഈ തെങ്ങിൻ്റെ ചുവട്ടിലിരുന്ന് മദ്യപിക്കുകയോ അല്ലെങ്കിൽ ചീട്ട് കളിക്കുകയോ ചെയ്യുന്നവരെ സാധാരണ എല്ലായിടത്തും പോലീസ് പോയി ഓടിച്ചിട്ട് പിടിക്കുകയും ചിലരൊക്കെ ഓടി ചില കിണറ്റി ചാടി അപകടം പറ്റുന്നതൊക്കെ ആയിട്ടൊക്കെ നമ്മൾ വാർത്തകൾ വായിക്കാറുണ്ട്. പക്ഷേ വലിയ 5 സ്റ്റാർ ഹോട്ടലിലോ അല്ലെങ്കിൽ വലിയ മുന്തിയ ക്ലബ്ബുകളിലോ ഇരുന്ന് ഈ അതേ നടപടി, അതേ നിയമലംഘനം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി പിടിക്കാറില്ല. അത് ശരിയല്ലല്ലോ. വലിയവനായാലും ചെറിയവനായാലും ശരി, നിയമം ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു സന്ദേശം അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഞാൻ പണ്ട് പഠിച്ചിരുന്ന കാലത്ത്, ഡൽഹിയിൽ പഠിച്ചിരുന്ന കാലത്ത്, ഞാൻ പട്ടേൽ നഗറിലേക്ക് നടക്കാൻ പോകുമ്പോൾ പാവപ്പെട്ട ആൾക്കാർ റോഡ് സൈഡിൽ താമസിക്കുന്നതും അതിൻ്റെ അടുത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നതും അതിലെ ഒരു അസമത്വം എൻ്റെ മനസ്സിൽ അന്നേ കയറിയതാണ്. അതിനുശേഷം പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ലേബർ ലൈനിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു ദാരിദ്ര്യവും മറ്റ് ബാക്കി വലിയ ആൾക്കാരുടെ ഒരു വ്യത്യാസവും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിയമത്തിൻ്റെ മുൻപിലെങ്കിലും മനുഷ്യർ തുല്യരായിരിക്കണമെന്നുള്ളതാണ് നിയമം. അപ്പം അതിൻ്റെ ഒരു നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, പോലീസിനെ ലോ ഇംപ്ലിമെൻറ്റിങ് ഏജൻസി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും തുല്യത വേണമല്ലോ, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ രാമവർമ്മ ക്ലബ്ബിലാണെങ്കിലും അത് തുല്യത വേണമെന്നുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു ചിന്ത എന്ന് പറയുന്നത്, രാമവർമ്മ ക്ലബ്ബ് ചെന്തിനാ കയറുന്ന, അത് എല്ലാവരും വലിയവരൊക്കെ ഇരുന്ന് കളിക്കുന്ന വലിയവരിരുന്ന് മദ്യപിക്കുന്ന സ്ഥലമല്ലേ. അതേസമയം ഒരു തെങ്ങിൻ്റെ ചുവട്ടിലിരുന്ന് ചീട്ട് കളിക്കുന്ന ആൾക്കാരെ പിടിച്ചാൽ ഇവിടെ ആർക്കും പരാതിയില്ല. അത് നാട്ടു നടപ്പാണ്, എല്ലാവർക്കും അത് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ വലിയ സ്ഥലത്ത് അന്ന് അപ്പോഴത്തേനും അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ MK ദാമോദരൻ എന്ന് പറയുന്ന ആൾ വിളിക്കുന്നു, വലിയ പവർഫുൾ ആളാണ്. മന്ത്രിമാർ വിളിക്കുന്നു, വലിയ വക്കീലന്മാർ വിളിക്കുന്നു, നാട്ടിലുള്ള എല്ലാവരും അപ്പം കാലിളകിയതുപോലെ എന്നെ വിളിക്കുന്നുണ്ട്. ഇവരെ വിടണം, കേസെടുക്കരുത്, ഇതാണെന്ന് പറയുന്നത്. പക്ഷേ ഈ തെങ്ങിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആളെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആരും വിളിക്കാനില്ല. അതായത് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരെ പോലീസിന് എന്തും ചെയ്യാം, എന്ത് നിയമവും നടപ്പാക്കാം. അതേസമയം ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉള്ള വലിയ ആൾക്കാർക്കെതിരെ കേസെടുത്ത് കഴിഞ്ഞാൽ നാടിൻ്റെ കാലിളകുമെന്നുള്ളത് രാമവർമ്മ ക്ലബ്ബിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ നിയമം എല്ലാവർക്കും ഒരുപോലെ നടപ്പാക്കേണ്ടതുണ്ട്. ഈ രാമവർമ്മ ക്ലബ്ബ് റെയ്ഡ് നടത്തി അവരെയൊക്കെ പിടിച്ചതിൻ്റെ അത് കഴിഞ്ഞിട്ട് പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അറിഞ്ഞിട്ട് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് സാധാരണ നമുക്ക് കാണാൻ വേണ്ടി വിസിറ്റേഴ്സ് പോലെ വന്ന്, ഞാൻ വിചാരിച്ച എന്തെങ്കിലും പരാതിയായിരിക്കും എന്ന് കരുതി. അത് പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒരു താങ്ക്സ് പറയാൻ വന്നതാണ്. അപ്പോൾ ചോദിച്ചു എന്താണ്? അപ്പോൾ എൻ്റെ ഭർത്താവ് നേരത്തെ വെള്ളിയാഴ്ച വൈകുന്നേരം അതുവരെ കിട്ടിയ പൈസ ആയിട്ട് പോയിട്ട് തിങ്കളാഴ്ച രാവിലെ വരുള്ളൂ. രാമവർമ്മ ക്ലബ്ബിൽ ചീട്ടുകളിയും വള്ളുകൂടിയാണ് പുള്ളിയുടെ പ്രധാന പരിപാടി. അവിടെ റെയ്ഡ് നടത്തിയത് കൊണ്ട് ഇനിയെങ്കിലും അയാൾ വീട്ടിൽ വരികയും ഉള്ള പൈസ പിള്ളേരുടെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമല്ലോ, ദൈവം സഹായിക്കും, നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ രാമവർമ്മ ക്ലബ്ബ് റെയ്ഡ് നടത്തിയതിന് ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ട്, അത് സമൂഹത്തിന് നല്ലൊരു കാര്യമാണ് എന്ന് ഈ ഒരു സ്ത്രീ എന്നെ വന്ന് കണ്ട് നന്ദി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി.